അങ്ങനെ മാങ്ങക്കാലം സ്റ്റാർട്ടായാലേ എനിക്കും കുറച്ചധികം മാങ്ങ കിട്ടിയായിരുന്നു കേട്ടോ. ഇത് മൂവാണ്ടൻ മാങ്ങയുണ്ട്, പിന്നെ പേരറിയാത്ത ഏതൊക്കെയോ മാങ്ങയുണ്ട്. ചാലക്കുടിയിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടതും അതുപോലെ തന്നെ വൈപ്പിൽ നിന്ന് മമ്മി കൊടുത്തു വിട്ടതും ഒക്കെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഇതേ ഈ ഒരു മുറ നിറച്ച് മാങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചൊക്കെ പഴുത്തു തുടങ്ങി, ചിലത് ചെനച്ചു, ചിലത് നല്ല പച്ചയാണ്. അപ്പോൾ ഞാൻ മാങ്ങാത്തൊലി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചാലക്കുടിയിൽ മാങ്ങാത്തൊലി എന്ന് പറയും കേട്ടോ. മാങ്ങാത്തൊലി, മാങ്ങ ഉണക്കിയതിനെ മാങ്ങാത്തൊലി എന്ന് പറയും. അപ്പോൾ ഇവിടെ മാങ്ങ ഉണക്കിയത് ഓക്കെ. അപ്പോൾ ആ സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചേക്കാണ്. കാരണം അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ വെച്ചും കൂടി ഇത് വെറുതെ ഉപ്പുമുളകിട്ട് തിന്ന് തീർക്കും. അപ്പോൾ മാങ്ങ എല്ലാം നമ്മളെടുത്തിട്ട് നന്നായിട്ട് തൊണ്ടൊക്കെ ചെത്തി അരിഞ്ഞെടുക്കണം. അപ്പോൾ മമ്മി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയ്ക്ക് കുറേ ഫ്ലഷുള്ള മാങ്ങ കേട്ടോ. അതിന് മാങ്ങയുടെ ആ ഒരു സീഡ് വളരെ കുറവും നന്നായിട്ട് ഫ്ലഷുള്ള മാങ്ങയായിരുന്നു, നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ചധികം വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തേക്കണേ. എന്നിട്ട് നമ്മളിത് ഉപ്പൊക്കെ പുരട്ടിയിട്ട് ഒരു ദിവസം അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസമാണ് വെയിലത്ത് വെച്ച് ഉണക്കണം കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ആ മാങ്ങ ഉപ്പൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് വാടിയിരിപ്പുണ്ടാവും. എന്നിട്ട് നല്ല വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഉണക്കിയെടുക്കുക. ഇപ്പം നല്ല വെയിലാണല്ലോ, ഒരാഴ്ച കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ വെയിലത്തൊക്കെ പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ.